അടുത്ത കാലത്താണ് സിനിമാ രംഗത്ത് നടി ജോളി ചിറയത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. വ്യക്തിജീവിതത്തിലെ കാഴ്ചപ്പാടുകളിൽ ജോളി പലപ്പോഴും വ്യത്യസ്തയാണ്. നിന്ന് കത്തുന്ന കടൽ എന്ന ജോളി ചിറയത്തിന്റെ ആത്മകഥയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഭർത്താവ് മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നതിനെക്കുറിച്ചും അദ്ദേഹവുമായി പിരിയേണ്ടി വന്നതിനെക്കുറിച്ചും ജോളി തുറന്നെഴുതുകയായിരുന്നു. ഭർത്താവ് മറ്റൊരാളുമായി അടുത്ത ശേഷം അതിനകത്ത് ഞാൻ പ്രശ്നമുണ്ടാക്കിയിട്ട് എന്ത് ലഭിക്കാനാണ് എന്നാണ് ജോളി ചിറയത്ത് ചോദിക്കുന്നത്. സ്നേഹിക്കുക എന്നത് മനുഷ്യരുടെ അവകാശം തന്നെയാണ്. ഒരാൾക്ക് എല്ലാ നിലയ്ക്കും ഒരാളിൽ നിന്നും എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയണമെന്നില്ല. സോഷ്യൽ മൊറാലിറ്റിയിൽ നോക്കുമ്പോൾ അവിഹിതമാണത്. പക്ഷേ കുറച്ചുകൂടി സത്യസന്ധരാകണം. പുള്ളിക്ക് നമുക്കൊപ്പമുള്ള ജീവിതം പറ്റില്ലെന്ന് പറയുന്നു. അവരുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ സുഖമൊന്നുമില്ല, അസൂയ തോന്നും. കാരണം ഭാര്യയും ഭർത്താവും എന്ന സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മുടെ അവകാശവും അധികാരവുമാണല്ലോ. എനിക്ക് അവകാശപ്പെട്ട് ഒന്ന് പോകുന്നു എന്നത് പ്രശ്നം തന്നെയാണ്. പക്ഷേ മനുഷ്യരെ നമ്മൾ അങ്ങനെ അവകാശബോധത്തിൽ അല്ല പിടിച്ചു നിർത്തേണ്ടത് എന്ന് തിരിച്ചറിവുള്ളതിനാൽ അതിനെ അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നും ജോളി ചിറയത്ത് പറയുന്നു. ഭർത്താവിന്റെ പങ്കാളിയെ മുൻപ് കണ്ടിട്ടുണ്ട്. സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരാണ് താല്പര്യമില്ലാതെ വിട്ടുപോകുന്നത്. 2.5 വർഷം കഴിഞ്ഞ് അവരുടെ സ്പേസിൽ പോയി അവരെ കണ്ട് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ചായയൊക്കെ കുടിച്ച് വളരെ നോർമലായി പിരിഞ്ഞു. അതോടെ മനസ്സിലെ ഭാരം കുറഞ്ഞു. എനിക്ക് വേറൊരു സ്നേഹത്തിനും ജീവിതത്തിനുമുള്ള സ്പേസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് കൂടിയാണ് നേരിൽ സംസാരിച്ചതെന്നും ജോളി ചിറയത്ത് പറയുന്നു. ഭർത്താവുമായി പിരിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവസാനമായി കെട്ടിപ്പിടിച്ചതിനെ കുറിച്ചും ജോളി ചിറയത്ത് സംസാരിച്ചു. ഞാൻ കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് അങ്ങോട്ട് പ്രണയം തോന്നിയ ആളാണ് അദ്ദേഹം. അത് എക്സ്പ്രസ് ചെയ്യാതെ 3 വർഷത്തിന് ശേഷം അദ്ദേഹം എക്സ്പ്രസ് ചെയ്യപ്പോൾ ആ പ്രണയത്തെ ഏറ്റെടുത്ത ആളാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ ഞാൻ കാണുകയും തൊടുകയും ചെയ്ത ആദ്യത്തെ പുരുഷനാണ്. അതിനപ്പുറം എന്റെ മക്കളുടെ അച്ഛനാണ്. അയാൾക്ക് മറ്റൊരു ജീവിത പങ്കാളി വന്നതുകൊണ്ട് അതൊന്നും റദ്ദ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇനി ഒരിക്കലും കാണില്ലായിരിക്കും എന്ന് തോന്നിയതിനാലാണ് പിരിയുമ്പോൾ കെട്ടിപ്പിടിച്ചതും കവളത്ത് ഉമ്മ വെച്ചതെന്നും ജോളി ചിറയത്ത് പറയുന്നു. മലയാള സിനിമാ രംഗത്തെ ഇപ്പോഴത്തെ വിവാദങ്ങളെക്കുറിച്ചും ജോളി ചിറയത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു മനസ്സുള്ള ഒരു സ്ത്രീ ആയതിൽ ജോളി ചിറയത്ത് അഭിമാനിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. വളരെ ബോധത്തോടെ അല്ലെങ്കിൽ വളരെ പക്വതയോടു കൂടിയാണ് ജോളി ചിറയത്ത് തന്റെ ഭർത്താവിന്റെ മറ്റൊരു പ്രണയത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത്. എത്ര പേർക്ക് അത് ഈ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് പോലും നമുക്ക് അറിയില്ല. ലൈക്ക് ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്നും അക്സെപ്റ്റബിൾ അല്ല നമ്മുടെ സൊസൈറ്റിയിൽ. വളരെ ചെറിയൊരു ശതമാനം മാത്രമേ അത് വിശ്വസിക്കുകയും ഫോളോ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവർ മൊത്തത്തിൽ അത് സമൂഹത്തിലുള്ളവരെ എതിർക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അത് നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് നമ്മൾ വേണമെന്ന് വെച്ചിട്ടായിരിക്കില്ല, പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഓപ്ഷൻസ് വരുമ്പോഴായിരിക്കും നമ്മൾ അതിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പൊതുവേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമ്മൾ ഒരു മാരേജിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ അംഗീകരിക്കാറില്ല, നമ്മൾ പുറത്ത് പറയാറില്ല. നമ്മൾ അത് ഏറ്റു പറയുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പക്ഷെ ചേച്ചി അതിനെപ്പറ്റി വളരെ ഓപ്പൺ ആയിട്ടൊരു പറയണമല്ലോ. കാരണം വെച്ചാല് എനിക്ക് അങ്ങനെ ബാലുവിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഇഷ്ടമല്ല. എനിക്കും ബാലുവിനുള്ളിലുള്ള ഒരുപാട് ആൺപെൺ എന്നുള്ളതിന്റെ പവർ റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് പവർ പൊസിഷൻ ആണായിരിക്കുന്നതിന്റെ പവർ പൊസിഷൻ തന്നെയാണ്. സോഷ്യൽ ക്യാപിറ്റൽ കൂടുതലുള്ള മനുഷ്യന്മാർ അതില്ലാത്ത മനുഷ്യരോട് കാണിക്കുന്ന ചില ധാർഷ്ട്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എന്ന് കരുതിയിട്ട് അയാളെ ഒരു ആക്ട് വെച്ചിട്ട് അയാളെ പ്രതിസ്ഥാനത്ത് നിർത്താന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വഞ്ചനയുണ്ട്. അതായത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന വഞ്ചന, പെണ്ണ് പെണ്ണിനോട് എന്നുള്ളതല്ല. കാരണം നമുക്ക് ഈ പ്രണയം വേണ്ടേ, രതി വേണ്ടേ, നമുക്ക് മനുഷ്യർക്ക് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുക? അപ്പോൾ അത് രണ്ടുപേരുള്ളിൽ തമ്മിൽ പോയി എന്ന് കഴിഞ്ഞാൽ ഒരു സാധ്യത അവർ നോക്കിയത് ഒരിക്കലും ഒരു തെറ്റല്ല. മാത്രമല്ല അതിനകത്ത് നമ്മളെ കൺസേൺസ് എന്ന് പറഞ്ഞാൽ മക്കളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ മക്കളെന്ന് പറഞ്ഞാൽ അപ്പോൾ 18-20 വയസ്സായ മക്കളാണ്. അപ്പം നമുക്ക് വേദനയൊക്കെ ഉണ്ട് ഇത് അറിയുമ്പോൾ. കാരണം നമ്മളുടെ ഉള്ളിൽ പ്രണയം ഉണ്ടാകുമ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മളെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ കുടുംബമാണ്. ഈ കുടുംബത്തിന് നമുക്ക് നമ്മളെ ഈ സൊസൈറ്റിയിൽ ഇപ്പം ഒന്നും തള്ളി പറയാനില്ല. കുടുംബമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, സ്വകാര്യ സ്വത്തിന് കാരണം, സ്ത്രീകളുടെ അടിമത്തത്തിന് കാരണം എന്നെല്ലാം തിയറിറ്റിക്കലി അത് ശരിയാണ്, അതിലൊരു തർക്കമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് വേറെ ഫോർമാറ്റൊന്നും ഇല്ല ഇപ്പം നിലവിൽ. അപ്പം ഈ ഉള്ള കുടുംബത്തിനെ നമുക്ക് കുറച്ചും കൂടി നവീകരിച്ചുകൊണ്ടും കുറേയും കൂടി മനുഷ്യത്വപരമായ സ്പേസുകൾ കൊടുത്തുകൊണ്ടും ഒക്കെ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് പല പല ഓപ്ഷൻസ് ഉണ്ടാവും. ലിവ് ഇൻ റിലേഷൻ, ഓപ്പൺ റിലേഷൻഷിപ്പ്, മൾട്ടിപ്പിൾ റിലേഷൻ, ദാറ്റ്സ് ദെയർ ഓപ്ഷൻസ്. അത് അവർക്കുള്ളിൽ ഓക്കെ ആവുന്നിടത്തോളം നമുക്ക് പ്രശ്നമാവണ്ട എന്നുള്ള നിലപാട് കാര്യമാണ് ഞാൻ. പക്ഷെ കയോസ് ഉണ്ട്. കാരണം അങ്ങനത്തെ അല്ലാത്തൊരു സമൂഹത്തില് കുട്ടികൾ എന്ന് പറഞ്ഞ ആളുകളെ അത് ഭീകരമായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ടൊന്നും അത് അത്ര ലാഘവത്തിലൊന്നും പറഞ്ഞു പോകേണ്ട കാര്യമായിട്ട് പോലും ഞാൻ കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്കും ഇതുമാതിരി ഞാൻ എൻ്റെ സാമൂഹ്യ ഇടപെടലിനകത്ത് ഒരു വ്യക്തിയോട് തോന്നുന്ന അട്രാക്ഷനും സ്നേഹവും ഒക്കെ ഉണ്ട്. അത് ഞാൻ ബാലുവിനോടും പറയുന്നുണ്ട്.
അപ്പോൾ ബാലു അതിനെ കാണുന്നത്, ബാലുവിന് പിന്നെ എൻ്റെ ഒരു നേച്ചർ അറിയാം, എത്ര വരെ പോകും. കാരണം എൻ്റെ പ്രൈം കൺസേൺ മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ കാഷ്വലായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഇതിലത്തെ ഞാൻ പിന്നീട് അത് ആലോചിച്ചപ്പോൾ അതങ്ങനെ ഞാൻ ആളോട് അഡ്മിറ്റ് ചെയ്യുന്നതിൽ എൻ്റെ ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടോ? കാരണം എന്നെ നിങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ പരിഗണിക്കാനൊക്കെ ആളുണ്ട്. മേ ബി നമ്മുടെ മിഡ് ഏജിൻ്റെ ക്രൈസിസും കൂടിയുണ്ട് അതിൽ. ഇത് പറയുവാണെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള അല്ല, ഞാൻ പറഞ്ഞ അന്ന് ഞാൻ 42 ആണ്. അപ്പോൾ എൻ്റെ മിഡ് ഏജിൻ്റെ ക്രൈസിസും കൂടിയുണ്ട് അതിനകത്ത്. അപ്പോൾ ആ ക്രൈസിസിനെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് എന്നെ തീരെ പരിഗണിക്കാത്ത എൻ്റെ പാർട്ട്ണറോട് പറയുന്ന ഒരു 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 വൈരാഗ്യ ബുദ്ധി അതിലുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. സാഡിസ്റ്റിക് എലമെന്റ്, എക്സാക്ട്ലി അതുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അതൊന്നും അത്രയും നമ്മൾ അയ്യോ ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല, എനിക്കങ്ങനെ നിഷ്കളങ്കയാവണ്ട. ചിലപ്പോൾ മേ ബി ഇത് റോങ് മാതൃകയായിരിക്കും. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങളുടെ മുന്നിൽ നല്ല മാതൃകകളുണ്ടല്ലോ, അപ്പോൾ ഒരു മോശം മാതൃക ഇരിക്കട്ടെ, എങ്ങനെ ജീവിക്കേണ്ടെന്നെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. ഹൗ നോട്ട് ടു ബി. എക്സാക്ട്ലി. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ബാലു ഈ ഒരു സാധനം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു, അറിയുന്നു, പൊട്ടിത്തെറിക്കുന്നു. അതിനകത്തൊക്കെ ഞാൻ പൊട്ടിത്തെറിച്ചില്ല, വേദനിച്ചില്ല, പുള്ളിയെ മാനസികമായി തകർത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളുടെ അമ്മ, എൻ്റെ മക്കളുടെ അച്ഛൻ എന്നുള്ള എല്ലാ തരത്തിലുള്ള സ്ട്രെസ്സും കുറച്ച് ദിവസമെങ്കിലും ഞാനത് കൊടുത്തിരുന്നു. എനിക്കത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആ ജേർണി ഇത്രയും പോകുന്നു. അന്നേരം ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഈ മെനോപോസ് ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു സമയമാണ്, ഞാൻ ഭയങ്കര പാനിക്കാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാലും ഞാനും മക്കളും ബാലും എന്നുള്ള സ്പേസിലേക്ക് തന്നെ നിൽക്കുകയും ഒരു റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന ഒരു സമയത്ത് ഒരാൾ പെട്ടെന്ന് ഇത് പറയുമ്പോൾ അക്സെപ്റ്റബിൾ അല്ല. കാരണം അതും അക്സെപ്റ്റബിൾ അല്ലാത്തത് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ള എൻ്റെ സ്വാർത്ഥതയാണ്. അപ്പം ഞാൻ അതിനകത്തൊക്കെ പ്രശ്നമുണ്ടായി. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, മക്കളൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പം പിള്ളേർ പറഞ്ഞു, അമ്മ നമുക്ക് ഒരാളെ പിടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണ്, ആരെയും പിടിച്ചു വെക്കാൻ പറ്റില്ല. സ്നേഹമൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അത് ഇറ്റ് ഷുഡ് കമൻസ് ഫ്രം ദി ഹാർട്ട് അല്ലേ. അപ്പം ഞാനതുകൊണ്ട് തന്നെ പിന്നെ പുള്ളിയുടെ എല്ലാ തീരുമാനത്തിനും അങ്ങനെ വിട്ടുകൊടുത്തു. ഞാൻ പിന്നെ ആലോചിച്ചത് അന്ന് പിന്നെ ഒരാളെങ്കിലും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കട്ടെ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവരങ്ങനെ വിത്തിൻ 6 months കാര്യങ്ങളൊക്കെ ഇതറിഞ്ഞതിന് ശേഷം 6 മാസം എടുത്തില്ല ഇതുപോലെ തന്നെ. അതും ഒരു 3 മാസം കൊണ്ട് അവർ ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഞാൻ അന്നെടുത്തൊരു പൊസിഷൻ അവരെ എൻ്റെ ഫ്രണ്ട്സായിട്ട് തന്നെ കണക്കാക്കുന്നു. പിന്നെ ഞാനൊരു 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി, അവരെ വീട്ടിൽ പോയി, വയനാട്ടിൽ പോയി, അവരെ രണ്ടുപേരും കണ്ടു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു സൗഹൃദം നിലനിർത്തണം. സിനിമയിലേക്കുള്ള വരവ് യാദൃശ്ചികം എന്ന് വേണമെങ്കിൽ പറയാമോ? അഭിനയം, നാടകം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ അങ്കമാലി ഡയറീസിലേക്കുള്ളത് വളരെ യാദൃച്ഛികമാണ്. പക്ഷെ അതേസമയം എൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ സിനിമ അഭിനയിക്കണമെന്നോ നാടകക്കാരിയാവണമെന്നൊക്കെ ഉള്ള ആഗ്രഹം സത്യത്തിൽ വരുന്നത് ബാലുവിൻ്റെ സർക്കിളിൽ വരുന്ന മനുഷ്യന്മാരുടെയൊക്കെ ഒരു ഡിസ്കഷനിൽ നിന്നൊക്കെ കേട്ടോ. അതർവൈസ് ഞാൻ അതൊന്നും ആലോചിച്ചതിനില്ല. പിന്നെ നാടകത്തിലേക്ക് ഞങ്ങളൊരു നാടക പ്രവർത്തകയായിട്ട് ഒരു 1.5 കൊല്ലം നാട്ടിലുള്ള സമയത്ത് എനിക്ക് തോന്നിയത് നല്ലതാണ്. പിന്നെ അതിനു മുമ്പും പെണ്ണെഴുത്ത്, സ്ത്രീകളുടെ നാടകവേദി എന്നുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഞാൻ അതിന്റെ ഭാഗമൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിലൊന്നും ഒരു നൈരന്തര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഒന്ന് തൊഴിൽ, നമ്മളെപ്പോഴും മദ്രാസ്, പോണ്ടിച്ചേരി, പിന്നെ ഗൾഫ്. അപ്പൊ ഈ നൈരന്തര്യം ഇല്ലായ്മ എപ്പോഴും ഉണ്ട്. കാരണം ജീവിതമാണല്ലോ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാര്യം. പിന്നെ തിരിച്ച് വന്ന് ഗൾഫിൽ നിന്ന് വന്ന സമയത്താണ് പിന്നെ ഞാൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. അപ്പോൾ പോകുന്നത് പിന്നെ സിനിമയും ഇല്ല, നാടകവും ഒന്നുമല്ല. നമുക്ക് കഴിയാവുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നു. മക്കൾ സ്കൂളിലാണ്, എന്നൊക്കെ ഹൈസ്കൂളിലാണ്. അപ്പം അങ്ങനെ ഒരു ടിപ്പിക്കൽ വീട്ടമ്മ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ആയിരുന്നു കുറേ കാലം. പിന്നെ ഞാനിങ്ങനെ സാമൂഹ്യ ഇടപെടലൊക്കെ ഉണ്ടാകുന്നത് സൗമ്യ ഇഷ്യൂവിന് ശേഷമാണ്. അപ്പം പഴയ കാലത്തെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടുന്നു, ഞാൻ നാട്ടിലുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവർ സജീവമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെന്നെ വിളിക്കാൻ തുടങ്ങി, ഞാൻ പോകുന്നു. അങ്ങനെ കളക്റ്റീവിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് പിന്നെ സജീവത വരുന്നത്. അപ്പോഴും എൻ്റെ ഉള്ളിൽ സിനിമയായിരുന്നു ആഗ്രഹം. കാരണം അപ്പോഴേക്കും വിഷ്വൽ മീഡിയ അത്രയ്ക്കും നമ്മളെ മൊബൈല്, കമ്പ്യൂട്ടർ സാധ്യതകൾ വന്നതോടുകൂടി പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് സിനിമ ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് പോരുമ്പോൾ തന്നെയും ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് തന്നെ. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റിനെ കുറിച്ച് എപ്പോഴും ഒരു ആലോചന ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സിനിമ ചെയ്യണമെങ്കിൽ പിന്നെ പോയി പഠിക്കാനൊന്നും നേരില്ല. അങ്ങനെയാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ